ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനമാണ് കേരള കോൺഗ്രസ് ലക്ഷ്യമെന്ന് സംസ്ഥാന ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ. UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആളൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളല്ലാതെ യാതൊരു വികസനവും കഴിഞ്ഞ 9 വർഷമായി പഞ്ചായത്തിൽ നടന്നിട്ടില്ല എന്നും വികസന മുരടിപ്പിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും ഉണ്ണിയാടൻ പറഞ്ഞു. കേരള കോൺഗ്രസ് ആളൂർ മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ മണ്ഡലം സമ്മേളനത്തിന് മുമ്പ് നമ്മുടെ 4 മേഖലകളിലായി നമ്മുടെ ചെറിയ മേഖലാ സമ്മേളനങ്ങൾ നമ്മൾ ചേരുകയുണ്ടായി. ആ മേഖലാ സമ്മേളനങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ പങ്കെടുക്കുകയുണ്ടായി. അങ്ങനെ മേഖലാ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ആളുകളും അതുപോലെ തന്നെ നമ്മൾ ക്ഷണിച്ച് നമ്മുടെ സംസ്കാരവുമായി ചേരുന്ന ആളുകൾ, നമ്മളുമായി സ്നേഹബന്ധമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ, അവരെയൊക്കെ നമ്മൾ ഇന്നത്തെ ഈ സംഗമത്തിലേക്ക്, ഈ സ്നേഹസംഗമത്തിലേക്ക്, ഈ കുടുംബ കൂട്ടായ്മയിലേക്ക് വിളിക്കുക. ആസന്നമായ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവയിൽ പാർട്ടി സ്വീകരിക്കുന്ന രാഷ്ട്രീയ നയ സമീപന രേഖയ്ക്ക് സമ്മേളനം രൂപം നൽകി. എല്ലാ വാർഡുകളിലും കുടുംബ സംഗമങ്ങളും പ്രതിഷേധ സമര സംഗമങ്ങളും തുടർന്ന് മണ്ഡലതല മെഗാ കുടുംബ സംഗമവും നടത്താൻ സമ്മേളനം തീരുമാനിച്ചു. ആളൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് നൈജു ജോസഫ് ഊക്കൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് ചെയർമാൻ MP പോളി, സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളൂക്കാരൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരവാഹികളായ സേതുമാധവൻ പറയം വളപ്പിൽ, സിജോയ് തോമസ്, PT ജോർജ്, ജോബി മംഗലൻ, ജോജോ മാടവന, AK ജോസ്, NK കൊച്ചാവറു, ജോർജ് കുറ്റിക്കാടൻ എന്നിവർ സംസാരിച്ചു. മണ്ഡലം ഭാരവാഹികളായ തോമസ് തുളുവത്ത്, ലാൽ P ലൂയിസ്, ഷീല ഡേവിസ് ആളൂക്കാരൻ, റാൻസി മാവേലി, തോമസ് തോട്ട്യാൻ, നെൽസൺ മാവേലി, ആന്റണി ഡേവിസ് ആളൂക്കാരൻ, ജോബി കുറ്റിക്കാടൻ, പിയൂസ് കുറ്റിക്കാടൻ, സീമ ജെയ്സൺ, ജോയ്സി അരിക്കാട്ട്, ജെയ്സൺ മരത്തമ്പള്ളി, ജോർജ് മംഗലൻ, ജോൺസൺ മാടവന, ബാബു വർഗീസ്, മിനി ജോൺസൺ, ഷിലോ ജോഷി, ആഞ്ചലീന തോമസ്, ബിനി ബിജു എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. മൺമറഞ്ഞുപോയ കേരള കോൺഗ്രസ് നേതാക്കളായ K മോഹൻദാസ്, ex-MP, വർഗീസ് മാവേലി, ഡേവിസ് ആളൂക്കാരൻ എന്നിവരെ അനുസ്മരിക്കുകയും മുതിർന്ന കേരള കോൺഗ്രസ് നേതാക്കളെ സമ്മേളനത്തിൽ ആദരിക്കുകയും ചെയ്തു.